കോട്ടയം ജില്ലയിൽ മഴ ശമിച്ചെങ്കിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ്. കിഴക്കൻ വെള്ളം ഒഴുകി വന്ന പടിഞ്ഞാറൻ മേഖലയെ ആകെ വെള്ളത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം വേളൂരിലാണ്. ഈ ഭാഗത്തൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുകൾ, വീടിനുള്ളിലേക്കൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളം ഇരച്ചു കയറുന്ന സ്ഥിതി ഉണ്ട് എന്നാണ്. നിരവധി കുടുംബങ്ങളെയാണ് ഇതിനോടകം തന്നെ കോട്ടയം ജില്ലയിൽ പല ഭാഗങ്ങളായി മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ മേഖലയിലും കിഴക്കൻ മേഖലയുമായി 314 ക്യാമ്പുകളിലായി 3714 പേരെ ഇന്നലെ രാത്രിയോടുകൂടി മാത്രം മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു. പക്ഷേ കിഴക്കൻ മേഖലയിൽ മഴ മാറി നിൽക്കുന്ന, മഴ കുറഞ്ഞിരിക്കുന്നതും മീനച്ചിലാറിലെ ജലനിരപ്പ് കിഴക്കൻ മേഖല ഭാഗത്ത് താഴുന്നതും വലിയ ആശ്വാസകരമാണ്. അങ്ങനെയെങ്കിൽ വെള്ളത്തിലൊരു കുറവുണ്ടാകുമെന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന വെള്ളൂർ ഭാഗത്തൊരു വീട്ടിലാണ്. ഇവിടെ ഇതിനുള്ളിലേക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു പുഴയോ തോടൊക്കെ ഒഴുകുന്നത് പോലെ ഇതിനുള്ളിലേക്കൊക്കെ കാലിന്റെ പാദം പൂർണ്ണമായി മൂടുന്ന രീതിയിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരു 3 അമ്മമാരുണ്ട് എന്നുള്ളതാണ്. ഈ വെള്ളം മൊത്തം വീടിനുള്ളിൽ മൊത്തം കയറി നശിപ്പിച്ചല്ലേ? വെള്ളം മൊത്തം കയറി. പിന്നെ ഞങ്ങള് ചെറിയ പണിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ 3 കസേര ഇട്ട് ഇവിടെ കാല് പൊക്കിയിരിക്കും. ഇത് നാത്തൂന ഇന്നലെ വന്ന കുമരകത്ത വീട്. പക്ഷേ പുള്ളി ഇങ്ങനെ ഇന്നലെ വന്നപ്പം തിരിച്ചു പോകാൻ ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുക. വെള്ളം ഇതിപ്പോ വീണ്ടും കൂടുകയാണോ ചെയ്യുന്നത്? എന്താ തോന്നുന്നത്? കൂടുക, ഇന്നലത്തേക്ക് കൂടുക. കുറയുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇന്നലത്തേക്ക് കൂടുമായിരുന്നു വെള്ളം. ഇന്നലെ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല? ഇല്ല. വെള്ളം ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടുന്ന് കുമരകത്ത് വെള്ളമായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണോ? കുമരകത്ത് അല്ല, ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വന്നതാണ്. ഇപ്പൊ കുമരകത്തോടും തിരിച്ചു പോകാൻ മേല, ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. വെള്ളക്കെട്ടാണ്. വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കഴിഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടാണ്. പിന്നെ കാലൊക്കെ കോച്ചുകല്ലേ, കാല് മരക്കുകയല്ലേ, പിന്നെ പറയാനും ഒന്നിനും പറ്റാത്ത സ്ഥിതിയായി. ബാക്കിൽ മുഴുവനൊക്കെ പുറമെ മുഴുവൻ വെള്ളം എല്ലാം പാചകം ചെയ്തിട്ട് ഇവിടെ വന്ന് കസാര ഇങ്ങനെ ഇരിക്കും. ഈ ക്യാമ്പിലേക്കൊന്നും പോകത്തില്ലേ? ഇല്ല, ഇവിടെ തന്നെ. 18-ലെ വെള്ളം ഇത്രയും കയറിയില്ലായിരുന്നു. ഇപ്പൊ ഈ വർഷം ഇങ്ങനെ ഇത്രയും കയറിയത് പാദത്തിന്റെ അത്രയും ഉള്ളായിരുന്നു 18-ലെ വെള്ളം. പ്രാവശ്യം ഇത്രയും ആദ്യത്തെ ഒരു ഇതാ അനുഭവം. അതെ. ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ കൂടുന്നുള്ള ഒരു ആശങ്കയുണ്ടോ? അതറിയത്തില്ലല്ലോ. മഴ മാറി നിന്നാ മതി. അതെ, മഴ മാറി നിന്നാ മതി. ഞങ്ങളൊന്നും വെള്ളത്തിനകത്ത്, ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളം കണ്ട, ഞങ്ങളുടെയൊക്കെ വീട് അങ്ങ് ചങ്ങനാശ്ശേരിയിലൊക്കെയാണ്. അവിടെ അങ്ങ് വെള്ളം ഇല്ലല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വെള്ളവും കാണുന്നത്. അത് തന്നെയാണ്. നമുക്ക് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം, അടുക്കള ഭാഗത്തേക്കും ഒക്കെ പോയാൽ മുഴുവൻ വെള്ളമാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കട്ടിലിന്റെ കാലിന്റെ വകയും ഒക്കെ വെള്ളമുണ്ട്. ഇവിടെ മുറിക്കുള്ളിൽ നമുക്ക് എല്ലാ ഭാഗത്തും വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. അടുക്കള ഭാഗത്തേക്കാണ്, അടുക്കളയുടെ ഭാഗത്തൊക്കെ പൂർണ്ണമായും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. പുറകിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു വരികയാണ്. വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനെയൊക്കെ കുറച്ച് ഉയരത്തിൽ പൊക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. വീടിന്റെ പുറകുവശം പൂർണ്ണമായും വെള്ളമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ കുറച്ച് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയാണ് എന്നുള്ളതാണ്. അടുക്കളയ്ക്കുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മൊത്തം വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നു. എന്തെങ്കിലും ചെറിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ട് മാറി വരുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ദുരിതമാണ് ആളുകളെ സംബന്ധിച്ചോളം. കാരണം 2018-ലെ പ്രളയത്തിൽ പോലും കയറാത്ത സ്ഥലങ്ങളിൽ ഇത്തവണ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിസന്ധി ഉണ്ട്. എന്തായാലും വെള്ളം കിഴക്കൻ മേഖലയിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും ജനങ്ങൾക്കുള്ളത്. അങ്ങനെ കിഴക്കൻ മേഖലയിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ വെള്ളം കുറയുകയും ചെയ്യും, അതൊരു ആശ്വാസകരമാകും. പക്ഷേ ഈ രീതിയിൽ കയറിയിട്ടുള്ള വെള്ളങ്ങൾ പൂർണ്ണമായും മുക്കി മാറി പഴയ രീതിയിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും 2-3 ദിവസത്തിലധികം സമയമെടുക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ നാശനഷ്ടങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ കാണാതായിട്ടുള്ള ശരൺ എന്ന് പറഞ്ഞ യുവാനുള്ള തെരച്ചിൽ രാവിലെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മണർക്കാട് സ്വദേശിയാണ്. ടാങ്ക് പിടിക്കാൻ പോകുന്നതിനിടയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വെള്ളക്കെട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നത്.